ആശമാരുടെ രാപ്പകൽ സമരയാത്ര 16-ന് തിരൂരിലെത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമര വളണ്ടിയർമാർ അടക്കം അന്ന് അന്തിയുറങ്ങുന്നത് തിരൂരിന്റെ തെരുവിൽ. സർക്കാരിനെതിരെ വേറിട്ട ഒരു സമരമുറയാണ് ആശാ വർക്കർമാർ ഈ സമരയാത്രയിലൂടെ നടത്തുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 3 മാസമായി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായ സമരയാത്രയെ മെയ് 16-ന് വൈകുന്നേരം 5 മണിക്ക് തിരൂരിൽ സ്വീകരിക്കും. നമുക്കറിയാം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ രീതികളൊക്കെ നമ്മളെല്ലാവരും എപ്പോഴും ന്യൂസ് ചാനലുകളിലൂടെ നമ്മൾ കാണുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന മെയ് 16-ന് 5 മണിക്ക് ആശാ വർക്കർമാരുടെ സമരം മെയ് 5-ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് മെയ് 16-ന് നമ്മുടെ തിരൂരിൽ അതിനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള കുടുംബമായും മറ്റ് സാമൂഹികമായും ഒരുപാട് പ്രതിബദ്ധതയുള്ള ഒരു പറ്റം സ്ത്രീകൾ ഇവർ നടത്തുന്ന സമരത്തിനെ വില കുറച്ച് കാണുന്ന, ജനാധിപത്യപരമായി യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താതെ സർക്കാർ ഇവരോട് കാണിക്കുന്ന അനീതിക്കെതിരെ, അവഗണനയ്ക്കെതിരെ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തുച്ഛമായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വെറും 232 രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന, ഒരു മാസത്തിൽ 7000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വളരെ കുറഞ്ഞ ഡിമാൻഡ്, ഒരു മാസത്തിൽ 10000 രൂപയാക്കി വർദ്ധിപ്പിച്ച് തരണം, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് തരണം, അതേപോലെ അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് തരണമെന്ന സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തിനെ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും കാണിക്കാതെ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവരോട് കാണിക്കുന്ന അനീതിക്കെതിരെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നിക്കുന്ന രീതിയിലുള്ള ഒരു സമരത്തിനെ സ്വീകരിക്കുന്ന ഒരു പരിപാടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന 16-ന് 5 മണിക്കാണ് നമ്മളുടെ തിരൂരിലെ റിംഗ് റോഡിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാവരും സമരം ചെയ്യും, എല്ലാ പാർട്ടികളും സമരം ചെയ്യും. പക്ഷേ ആ സമരത്തിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പ്രയാസം, അവരാവശ്യപ്പെടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്താൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയോ ആഡംബരങ്ങളായിട്ടുള്ള പരിപാടികൾ സർക്കാർ തലത്തിൽ ഇവിടെ നടന്നു പോകുന്നുണ്ട്. സർക്കാരിൻ്റെ 4ാം വാർഷികം കോടിക്കണക്കിന് രൂപ പൊടിച്ചാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. നമുക്കറിയാം, അതിൻ്റെ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ സമൂഹത്തിനോട് കോവിഡ് കാലത്ത്, അതുപോലെ മറ്റ് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്തൊക്കെ സമൂഹത്തിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആശമാരോട് കാണിക്കുന്ന അവഗണന, ശരിക്കും പറഞ്ഞാൽ LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ദിവസവേതനം 700 രൂപയാക്കുന്നുള്ളത്. 700 പോയിട്ട് ഈ 232 350 ആക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ട് പോലും അതിനോട് പുല്ലുവില കൽപ്പിക്കുന്ന ആ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്കെതിരെ നമ്മളെല്ലാവരും ശബ്ദമുയർത്തിയിട്ടില്ലെങ്കിൽ അത് ഇവരോട് ചെയ്യുന്ന അനീതിയായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു സമര ജാഥയെ ഇവിടെ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. വെയിലും മഴയും അപമാനങ്ങളുമേറ്റ് തെരുവിൽ കഴിയുന്ന സ്ത്രീ തൊഴിലാളികളുടെ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരമാണ് തിരൂരിൽ എത്തിച്ചേരുന്നത്. അന്നേ ദിവസം രാത്രി സമരത്തിൻ്റെ ഭാഗമായി ആശമാർ റിംഗ് റോഡിന് സമീപം അന്തിയുറങ്ങും. തിരൂരിലെ ജനപ്രതിനിധികളും ജനാധിപത്യ വിശ്വാസികളും ആശമാർക്ക് കാവലാകും. സർക്കാർ 4ാം വാർഷിക ആഘോഷത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ആശമാരുടെ 2 മാസത്തെ ഓണറേറിയം മുടങ്ങിക്കിടക്കുന്നത്. കേരളം ഇന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സ്ത്രീ തൊഴിലാളി മുന്നേറ്റങ്ങളിൽ ഒന്നായി ആശാസമരം മാറിയിരിക്കുകയാണ്. ഇത് ആശമാരുടെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ ഒരു സമരം എന്നുള്ളതിനപ്പുറത്തേക്ക് കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു സാമൂഹ്യ മുന്നേറ്റമായി ഈ സമരം മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ സമരത്തെ ഏറ്റവും മിനിമം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ അടിസ്ഥാന തൊഴിൽ വിഭാഗങ്ങളിലൊന്നായിട്ടുള്ള ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിൻ്റെ ഏറ്റവും മിനിമം ഡിമാൻഡുകൾ, സംസ്ഥാന സർക്കാർ നിർവഹിച്ചു തരേണ്ട ഏറ്റവും മിനിമം ഡിമാൻഡുകൾ, ആ ഡിമാൻഡുകൾ നടപ്പിലാക്കി തരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് അതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നതിന് പകരം ഈ സമരത്തെ തകർക്കുവാനും അതിനെ അപകീർത്തിപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയെ, ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളെ ഒരു ഇടത് സർക്കാർ, ഒരു തൊഴിലാളി വർഗ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിയെയല്ല, കേരളം ഒന്നടങ്കം പിന്തുണച്ച ഒരു സമരം.
കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുത്ത് അധികാരത്തിലിരുത്തിയിരിക്കുന്ന സർക്കാർ അത് പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ തള്ളിക്കളയുന്ന, ആ തൊഴിലാളികളോട് അങ്ങേയറ്റം ക്രൂരമായൊരു നിലപാടെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമരത്തെ ശക്തിപ്പെടുത്തേണ്ടത്, ആ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് ജനാധിപത്യപരമായ ചിന്തിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വിധത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒരു രാപ്പകൽ സമരയാത്ര മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ യാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അതൊരു വലിയ മഹാസംഗമമായി തന്നെ നമ്മളുടെ സമരരംഗത്തേക്ക്, നമ്മളുടെ കയ്യിൽ തന്നെയുള്ള റെക്കോർഡുകൾ പ്രകാരം 14,000-ലധികം ആശമാർ അവിടെ സമരരംഗത്ത് പല തവണയായി വന്നിട്ടുണ്ട്. നമ്മൾ മഹാസംഗമം നടത്തി, കുടുംബസംഗമം നടത്തി, പൗരസാഗരം നടത്തി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സ്ത്രീകളുടെ സമരം നടത്തി. അങ്ങനെ വൻ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ട് പോലും ഈ സമരം ഏതാനും ചിലരുടെ സമരം എന്ന രീതിയിലാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. സമരത്തെ പിന്തുണയ്ക്കുന്ന ആശാവർക്കർമാർ മാത്രമല്ല, മുഴുവൻ ജനങ്ങളും ഈ സമൂഹം കേരളമായി നിലനിൽക്കണമെന്ന് ഒരു ജനാധിപത്യ ചിന്താശൈലിയുള്ള, ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമരത്തെ പിന്തുണയ്ക്കണം, ഈ സമരത്തോടൊപ്പം ചേരണം. ഈ തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ നീതി പിടിച്ചു വാങ്ങുവാൻ വേണ്ടി ആശമാർ നടത്തുന്ന ഈ സമരത്തിൽ ഞങ്ങൾക്കൊപ്പം സാന്നിധ്യം കൊണ്ട് പിന്തുണ അറിയിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഈ രാപ്പകൽ സമരയാത്ര തിരൂരിൻ്റെ മണ്ണിലേക്കും വരുന്നത്. വൈകുന്നേരം 5 മണിക്ക് തിരൂരെത്തും. മെയ് 16-ന് രാവിലെ ഇടിമുഴിക്കലിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിക്കും. കോഹിനൂർ ആദ്യത്തെ സ്വീകരണ സമ്മേളനം നടക്കും. 11 മണിക്ക് പരപ്പനങ്ങാടിയിൽ 2ാമത്തെ സ്വീകരണ സമ്മേളനം നടക്കും. 3 മണിക്ക് താനൂർ സ്വീകരണ സമ്മേളനം നടക്കും. 5 മണിക്ക് തിരൂരിലേക്ക് എത്തുമ്പോൾ താഴെപ്പാലം ജംഗ്ഷനിൽ നിന്ന് ബഹുമാന്യയായ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ ഈ യാത്രയെ തിരൂരിലെ ജനങ്ങൾ സ്വീകരിച്ച് റിംഗ് റോഡിൽ നടക്കുന്ന സമാപന സമ്മേളന സദസ്സിലേക്ക് എത്തിക്കും എന്നാണ് നമ്മൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. സാഹിത്യകാരനായിട്ടുള്ള പി. സുരേന്ദ്രൻ, പി. കെ. നവാസ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ, പ്രമുഖർ എല്ലാവരും ഈ സമ്മേളനത്തോടൊപ്പം, ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ എത്തും എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. ഈ സമരത്തിൻ്റെ രാപ്പകൽ സമരയാത്രയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം എന്ന് പറയുന്നത് ഇതൊരു സഞ്ചരിക്കുന്ന രാപ്പകൽ സമരമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന സമരത്തിന് തുല്യമായ വിധത്തിൽ ഈ 14 ജില്ലകളിലും യാത്ര സമാപിക്കുന്ന സ്ഥലങ്ങളിൽ ആശമാർ തെരുവിലുറങ്ങിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഈ വിധത്തിലൊരു സമരം നടക്കുന്നത്. സ്ത്രീകൾ തെരുവിലുറങ്ങേണ്ട ഗതികേടിലേക്ക്, ആ വിധത്തിലുള്ളൊരു സമരമുറ സ്വീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ നമ്മളെ തള്ളിവിട്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം റിംഗ് റോഡിൽ തിരൂരിലെ തെരുവിൽ കിടന്ന് ഇവിടെ ആശമാർ തെരുവിൽ അന്തിയുറങ്ങുകയാണ്. ഈ തിരൂരിലുള്ള മുഴുവൻ സ്ത്രീ ജനങ്ങളെയും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അന്നേ ദിവസം രാത്രി ആശമാർക്ക് കാവലായി അവരുടെ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആ റിംഗ് റോഡിൽ നടക്കുന്ന രാത്രി സമര സ്ഥലത്തേക്ക് തുറന്ന ഒരു പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആഘോഷങ്ങൾക്കല്ല, പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാനാണ് സർക്കാർ ഉത്സാഹിക്കേണ്ടത്. മെയ് 16-ന് 5 മണിക്ക് താഴെപ്പാലം ജംഗ്ഷനിൽ സമരയാത്രയെ സ്വീകരിക്കും. റിംഗ് റോഡിൽ പൊതുസമ്മേളനം നടക്കും. ആശാഭരിതം എന്ന തെരുവ് നാടകത്തിന്റെ അവതരണവും നടക്കും. പി. സുരേന്ദ്രൻ, പി. കെ. നവാസ്, സമരസമിതി വൈസ് പ്രസിഡന്റ് എസ്. മിനി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എ. പി. നസീമ, സ്വാഗത സംഘം കൺവീനർ സി. ഷീബ, KHWA കൺവീനർ അലീന എസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ. പി. റീന, കൗൺസിലർ സുബൈദ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ.